നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനം ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ, ഇതുപോലുള്ള നമ്മളെല്ലാവരും ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ. ഉണ്ട്. ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു. ഇല്ല, അങ്ങനത്തെ കാര്യം ഞാൻ സംസാരിച്ചു. അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല. നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതം പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനി ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ, സഹകരിക്കാൻ പറ്റുള്ളൂ. ഇത്തരം വെല്ലുവിളികളോട് ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ എങ്ങനെ ഇത്രയും വലിയ സിനിമകൾ എടുക്കാൻ കഴിയും? നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയില്ല, ചരിത്ര സംഭവങ്ങൾ പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഡോക്യുമെന്ററി എടുക്കാൻ പോലെ പറയാൻ കഴിയില്ല നമ്മുടെ വെല്ലുവിളി. സിനിമ തുടക്കം മുതൽ കഥ പറഞ്ഞെടുത്ത് മുതൽ ലാലേട്ടന് മോഹൻലാലിനെ അറിയാമായിരുന്നു എന്നാണ്. കഥ പറഞ്ഞത് മുതൽ അതിന്റെ അവസാനത്ത് അനുചേട്ടാ